എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. മനോഹരമായൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ അവസാന വീടാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കും ആലുവയ്ക്കും മധ്യത്തിലായി ഇടത്തലയ്ക്ക് സമീപത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ലൊക്കേഷനാണ്. നല്ല വീതി കൂടിയ റോഡ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു കൊളോണിയൽ മാതൃകയിലാണ് വീട് പണിതിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷനിൽ നിന്നും തൊട്ടടുത്തുള്ള ജംഗ്ഷനിലേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷൻ ആലുവ മെട്രോ സ്റ്റേഷൻ ആലുവ ടൗണിലേക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ മാത്രം ദൂരവും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏതാണ്ട് ഒരു 3.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. കൂടാതെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ ദൂരവും ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ ഒരു 2.5 കിലോമീറ്റർ ദൂരവും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 13 കിലോമീറ്റർ ദൂരവും ഇടപ്പള്ളിയിലേക്കാണെങ്കിൽ 9 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് ഈ വീട്ടിൽ നിന്ന് വരുന്നുള്ളൂ. മനോഹരമായ ചുറ്റുമതിൽ ഈ വീടിന് നൽകിയിട്ടുണ്ട്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് നൽകിയിരിക്കുന്നു. 2 വലിയ കാറുകൾ ഈസിയായി പാർക്ക് ചെയ്യാവുന്ന സ്പേസ് നൽകി തന്നെയാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം നൽകി തന്നെയാണ് വീടിൻ്റെ ചുറ്റുഭാഗങ്ങളെല്ലാം നൽകിയിരിക്കുന്നത്. ധാരാളം പ്ലാന്റുകളെല്ലാം നൽകി മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം നിർമ്മിച്ചിരിക്കുന്നത്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഫണ്ട് ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. മാത്രമല്ല ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്ന കിണർ വെള്ളമാണ്. കൂടാതെ KW കണക്ഷൻ നമുക്കിവിടെ 24 hours അവൈലബിൾ ആണ്. വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വന്നാൽ അത്യാവശ്യം ഒരു വലിപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ്. 2-3 ചെയറുകൂടാനുള്ള സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. മെയിൻ ഡോർ ആണെങ്കിൽ മനോഹരമായ രീതിയിൽ ഒരു പാളിയിലായാണ് ചെയ്തിരിക്കുന്നത്. നല്ല കൊത്തുപണികളെല്ലാം ചെയ്ത് ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹാൻഡിലുകളെല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വുഡൻ വർക്കുകളെല്ലാം ആഞ്ഞിലി മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ലിവിങ് സ്പേസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കിലേക്ക് പോയാൽ മനോഹരമായ രീതിയിലാണ് സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. വലിയ ഫ്രഞ്ച് വിൻഡോകൾ ഈ ലിവിങ് സ്പേസ് നൽകിയിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യം വെളിച്ചമെല്ലാം ലഭിക്കുന്ന ഒരു മെത്തേഡിലാണിത് നിർമ്മിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കിലേക്ക് വീണ്ടും പോയാൽ COV ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ TV യൂണിറ്റ് ആണെങ്കിലും വാളുകളിൽ വാൾപേപ്പറെല്ലാം നൽകി മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. മൾട്ടിവുഡ് മെറ്റീരിയൽസിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. പാർട്ടീഷനിൽ സ്പോട്ടിംഗ് ലൈറ്റുകളും ഷെൽഫുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. നേരെ കയറി ചെല്ലുന്ന ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ഡൈനിങ് ഏരിയ ആണ് കേട്ടോ നമുക്ക് ലഭിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു 8 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ ഈസിയായി യൂസ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായി സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഇവിടെയാണ് വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് പോയാൽ നല്ല ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിച്ചണാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. നല്ലൊരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൗണ്ടർ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളെല്ലാം നൽകിയിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. ധാരാളം കബോർഡ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്ത് തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു മോഡുലാർ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഹുഡ് ആൻഡ് ഹോബ് അവൈലബിൾ ആണ്. വാഷ് കൗണ്ടറിലെല്ലാം പ്രത്യേക സിങ്കുകളെല്ലാം നല്ല മോഡുലാർ സിങ്കുകളെല്ലാം നൽകിയിരിക്കുന്നു. വൈറ്റ് കിച്ചൺ ടോപ്പിനായി ഉപയോഗിച്ചിരിക്കുന്നത് നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ്. ഇവിടെ ഈ ബാക്ക് വശത്താണെങ്കിൽ അത്യാവശ്യം സ്പേസ് നൽകിക്കൊണ്ട് ഒരു വലിയൊരു വർക്ക് ഏരിയ എല്ലാം നിർമ്മിക്കാനുള്ള സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. അതിനുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ടോട്ടലായി 3 ബെഡ്റൂമുകളാണ് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും മനോഹരമായ രീതിയിൽ തന്നെ ചെയ്ത് തന്നെ ഇത് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. വലിയൊരു വാൾഡ്രോബ് സൗകര്യവും ഒരു ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് നൽകിയിട്ടുണ്ട്. ബെഡിലാണെങ്കിൽ ബെഡിൻ്റെ ഹെഡ് റെസ്റ്റും അതുപോലെ തന്നെ സൈഡ് ടേബിളെല്ലാം നൽകി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. വാളുകളിലേക്ക് പോയാൽ വാളുകളിൽ വാൾപേപ്പറെല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഡോറുകളെല്ലാം നൽകിയിട്ടുള്ളത്. നമുക്ക് നേരെ ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയാൽ സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് നൽകിയിരിക്കുന്നു. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്.
ഹാൻഡ് റെയിലിനായി വുഡും അതുപോലെ തന്നെ സ്കോച്ചുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെന്ന് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസ് ആട്ടോ നമുക്ക് ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വലിയൊരു ടി വി യൂണിറ്റ് എല്ലാം ഇവിടെയും അവൈലബിൾ ആണ്. ടോട്ടലായി 2 ടി വി യൂണിറ്റ്, ഒന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ടി വി യൂണിറ്റ്, അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലും ഒരു ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. വാളുകളിൽ മനോഹരമായ രീതിയിൽ തന്നെ ഇന്റീരിയർ വർക്കുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നും ഒരു ബാൽക്കണിയിലേക്ക് എക്സിറ്റ് വരുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. വലിയൊരു വാൾഡ്രോബ് സൗകര്യം നൽകിയിട്ടുണ്ട്. വാളുകളിൽ വാൾപേപ്പർ നൽകി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. സൈഡ് ടേബിളും ഹെഡ്റെസ്റ്റ് എല്ലാം ഇതിനും വരുന്നുണ്ട്. മനോഹരമായൊരു ബാത്റൂമും നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോകുന്നതിന് മുമ്പ്, അതിനു മുമ്പ് ഇവിടെ ഒരു ബാൽക്കണിയാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പ്ലാന്റ് എല്ലാം നൽകിയിട്ടുണ്ട്. ഹാൻഡിലിനായി സ്കോച്ചുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സീലിംഗ് വർക്കുകൾക്കായി ലൂവേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല സിലിണ്ടർ ലൈറ്റുകളെല്ലാം നൽകി മോടി പിടിപ്പിച്ചിരിക്കുന്നു. നമുക്ക് നേരെ ഇവിടുത്തെ ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ബാത്റൂമാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ പാർട്ടീഷൻ ചെയ്യുന്ന മെത്തേഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ സെലവിടെ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകൾ ഇവിടെയും നൽകിയിരിക്കുന്നു. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡോറുകളാണെങ്കിൽ ഫൈബർ മെറ്റീരിയൽസിൻ്റെ ഡോറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം അവളം നൽകിയിരിക്കുന്നു. വാളുകളിൽ ഫുൾ ലെങ്ത്തിലാണ് വാൾ ടൈൽസുകൾ നൽകിയിട്ടുള്ളത്. നമുക്കിവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് പോയാൽ ഈ ബെഡ്റൂമും നല്ല സ്പേഷ്യസായി തന്നെയാണ് തോന്നാൻ വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ഏതാണ്ട് ഒരു 10, 12, 10, 14 എന്ന അളവിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കിങ് സൈസ് ബെഡ് ഇടാനുള്ള സ്പേസ് ധാരാളമായി തന്നെ എല്ലാ ബെഡ്റൂമുകളിലും അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്ക് ഇവിടെയും അവൈലബിൾ ആണ്. ഹെഡ് റെസ്റ്റും അതുപോലെ തന്നെ സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട്. മാത്രമല്ല വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നമുക്ക് കാണാം. വലിയൊരു വിൻഡോ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഫ്ലോറിങ്ങിലാണെങ്കിൽ നമുക്ക് കാണാം, ഇവിടുത്തെ എല്ലാ ഫ്ലോറിങ്ങിലും വലിയ വെട്രിഫൈഡ് ഗ്ലോസി ഫിനിഷിലാണ് ടൈൽസുകൾ നൽകിയിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ബാത്റൂം ഇവിടെയും നൽകിയിട്ടുണ്ട്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ടാണ് ഇവിടുത്തെ ബാത്റൂമുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് പോയാൽ ഈ ഒരു ഭാഗം യൂട്ടിലിറ്റി സ്പേസാണ്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ഇവിടെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ നമുക്കൊരു ബാൽക്കണി കൂടി, മനോഹരമായൊരു ബാൽക്കണി കൂടി അവൈലബിൾ ആണ്. നല്ല സ്പേഷ്യസായ ബാൽക്കണിയാണ്. സീലിംഗുകളിൽ ലൂവേഴ്സ് എല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോകാം. ഏതാണ്ട് 3.5 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം പ്ലസ് സ്റ്റഡി റൂമായി വരുന്ന, അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂമായി വരുന്ന ഈ വീട് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കും ആലുവയ്ക്കും മധ്യത്തിലായി, എറണാകുളം ടൗണിന് വളരെ അടുത്തായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വില വരുന്നത് 89 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. എല്ലാ ബാങ്കുകളിലെ ലോൺ സൗകര്യം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൈറ്റ് വിസിറ്റിനോ ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കാനോ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസ് ആരെങ്കിലും വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.